Stop trading, start investing. വെൽക്കം ടു അക്യുമെൻ സെക്കൻഡ് പോഡ്കാസ്റ്റ്. നമ്മൾ സാധാരണക്കാരൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ചെറിയൊരു സംശയമുണ്ട്. എത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം, എത്ര രൂപ വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ട്. ചില ക്ലയൻസ് ആണെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട്, എനിക്ക് ഇത്രയും പൈസയുള്ളൂ, ഇതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ഡൗട്ട്സ് ഉണ്ട്. അതിനെപ്പറ്റി ജതിൻ്റെ അഭിപ്രായം എന്താണ്? ₹1 മുതൽ നമുക്ക് 1,28,000 രൂപ വിലയുള്ള സ്റ്റോക്കുകളുണ്ട്. ഏറ്റവും ചെറിയ ഒരു തുക ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റ്. ഈവൻ ₹500 SIPs ഒക്കെ നമുക്കിപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു മണി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഘടകമല്ല. ചെറിയ ചെറിയ സ്റ്റോക്കുകൾ നമുക്ക് ടേക്ക് ദ കേസ് ഓഫ് സുസ്ലോൺ എന്ന് പറയുന്ന കമ്പനി. ഫോർ എക്സാമ്പിൾ ₹7 ₹6 ഉള്ളായിരുന്നു 2-3 ഇയേഴ്സ് ബാക്ക്. ഇന്നത് ₹80 വരെ വില ഹൈവിൽ പോയി. അപ്പം അതൊരു 1000 എണ്ണം വാങ്ങിക്കുന്നവർക്ക് വെറും ₹6,000 നമുക്കൊരു 1000 എണ്ണം വാങ്ങിച്ച് കൈവെക്കാമായിരുന്നു. അത് 80,000 രൂപയായിട്ട് വർദ്ധിച്ചു വന്നു. അപ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇതിന് തന്നെ എക്സാമ്പിൾസ് ഇതുപോലെ തന്നെ ഒരുപാടുണ്ട് എക്സാമ്പിൾസ്. ചെറിയ കമ്പനികളൊക്കെ ആണെങ്കിൽ ഇപ്പം ഐഡിയ എന്ന് പറയുന്ന കമ്പനി ഏകദേശം ₹6-7 ഉള്ളായിരുന്നു. ഏതാണ്ട് ₹2 വരെ എങ്ങാണ്ട് വില താഴെ പോയായിരുന്നു ഒരു സമയത്ത്. അതിൻ്റെ വില ₹18 വരെ ₹19 വരെ വില കയറി വന്നു. അപ്പോൾ ഇതുപോലെ ധാരാളം അവസരങ്ങൾ നമുക്ക് മാർക്കറ്റിലുണ്ട്. ഈവൻ നമ്മളുടെ അടുത്ത് കിടക്കുന്ന ധനലക്ഷ്മി ബാങ്ക് ₹8 ഉള്ളായിരുന്നു ഒരു ടൈമിൽ. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മണി എന്ന് പറയുന്നത് ഒരു വലിയ പ്രത്യേക ഘടകമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സാറിൻ്റെ അഭിപ്രായം അതിനെപ്പറ്റി എന്താണ്? ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഒത്തിരി ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു എന്ത് ബിസിനസ് തുടങ്ങുവാണേലും അതിനൊരു പ്രിപ്പറേഷൻ വേണം. ഒരു എക്സാം എഴുതുവാണേലും അതിനൊരു പ്രിപ്പറേഷൻ വേണം. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർഡ് ആൻഡ് മണിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെ മാക്സിമം റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുക. ഓഫ് കോഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് ഫാക്ടർ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലം മേടിച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം ആ മേടിക്കുന്ന ദിവസം മുതൽ മേലോട്ട് കയറി പോവല്ല ചെയ്യുന്നത്. ചിലപ്പോൾ കുറച്ച് നാൾ അങ്ങനെ കിടക്കും, ചിലപ്പോൾ കുറച്ച് റേറ്റ് താഴും. പക്ഷേ നമ്മുടെ പർപ്പസ് എന്താ? നമുക്കൊരു ഒരു ഒരു എയിമുണ്ട്, അത് എത്ര രൂപയ്ക്കാണ് സെല് ചെയ്യേണ്ടതെന്നുള്ളത്. അതേ മെൻറ്റാലിറ്റിയോട് കൂടി തന്നെ വേണം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റേഴ്സ് വരാൻ വേണ്ടിയിട്ട്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളൊരു പർപ്പസിന് വെച്ചിരിക്കുന്ന ഫണ്ട്, മോളെ കെട്ടിക്കാനോ വീട് പണിയാനോ ഒക്കെ വെച്ചിരിക്കുന്ന ഫണ്ട് ഒരിക്കലും എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നിട്ടാൽ നാളെ പൈസ കിട്ടും എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. ആ ധാരണ വെച്ച് ഇങ്ങനെയുള്ള പർപ്പസിന് ഫണ്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പർപ്പസ് വരുമ്പോൾ ചിലപ്പോൾ അത് മേടിച്ച ഷെയറിൻ്റെ റേറ്റ് കയറിയില്ലെന്ന് വരും. അപ്പോൾ നമുക്ക് നഷ്ടത്തിൽ ഒഴിവാക്കേണ്ടതായിട്ട് വരും. എപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ഐഡിയലായിട്ടിരിക്കുന്ന ഫണ്ട്, എനിക്ക് ഈ ഫണ്ട് അടുത്ത 2 വർഷത്തേക്ക് വേണ്ട, എനിക്ക് വേറെ ഫണ്ടുണ്ട് മാനേജ് ചെയ്യാൻ, അങ്ങനെയുള്ള ഫണ്ടുകൾ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതില്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, വീട് പണിയുടെ ആവശ്യം വന്നു, കല്യാണം വന്നു, ഷെയർ വിറ്റു, റേറ്റ് താഴെ പോയി, സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്കെല്ലാം നഷ്ടമാണ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് മുഴുവൻ നഷ്ടമാണ്. പക്ഷേ ബേസിക് ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡിയലായിട്ടിരിക്കുന്ന ഫണ്ട് മാത്രമേ എടുത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒത്തിരി ക്രൈറ്റീരിയാസ് പുതിയ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഈ സ്വിമ്മിങ്ങും ഡ്രൈവിങ്ങും ഒന്നും പോസ്റ്റിൽ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? അപ്പോൾ അല്ലേ, സ്വിമ്മിങ്ങും പോസ്റ്റിലൊക്കെ എനിക്ക് തോന്നുന്നില്ല ഡ്രൈവിംഗ് ഒക്കെ പോസ്റ്റിൽ പഠിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഒരു വലിയൊരു കാര്യം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഒരു പ്രാക്ടിക്കലി ഇപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ അഡ്വൈസുകൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഞാൻ ആരെയും മോശമായിട്ട് പറയുന്നില്ല. എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. എക്സ്പെർട്ട് ഉള്ള ആൾക്കാർ ഉണ്ട്. പക്ഷേ പ്രശ്നം വെച്ചാൽ ഈ വരുന്ന ആൾക്കാർക്ക് എന്താണോ ചെയ്യേണ്ടതെന്ന് യാതൊരു ധാരണയില്ല. യൂട്യൂബ് കാണുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിന് അറ്റൻഡ് ചെയ്യുന്നു, നേരെ കൊണ്ട് വെള്ളത്തിലേക്ക് ചാടുകയാണ്. അതെങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം? നമ്മളിപ്പോൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ എത്ര പോർഷൻ ഓഫ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം, അതിനകത്ത് നിന്ന് എത്രയാണ് നമ്മുടെ റിസ്ക് ഫാക്ടറുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യാൻ പാകത്തിനായ ആൾക്കാർ മാത്രമേ പൈസ ഉണ്ടാക്കുള്ളൂ ഇതിനകത്ത്. അതല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നഷ്ടത്തിലേക്ക് പ്രവേശിക്കും, കലാശിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ, ജിജി ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ആണെങ്കിലും കമ്മോഡിറ്റി മാർക്കറ്റിലാണെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം.
ഓക്കെ. ഈ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എടുത്ത് ചാടി കൈകൊള്ളുക, അല്ലെങ്കിൽ അതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ പേരും മോശമാക്കുന്നത്. ആദ്യമൊക്കെ ഷെയർ മാർക്കറ്റ് ജോലി ചെയ്യുന്ന കല്യാണം പോലും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. കാരണം ആൾക്കാർക്ക് പേടിയാണ്. അപ്പോൾ ആ പേടി ഇപ്പോൾ ഗ്രാജുവലി മാറി വരുന്നേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ജനങ്ങളിലേക്ക് ഇതെന്താണ്, ഇപ്പോൾ SIP ആണെങ്കിൽ പോലും ഡിമാറ്റ് അക്കൗണ്ട് ആണെങ്കിൽ പോലും ഇപ്പോൾ 75,000 കോടിയാണ് ഒരു മാസം SIPക്ക് തന്നെ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചാനലുകളിലെല്ലാം കാണാൻ പറ്റും, ഹോർഡിംഗ് കാണാൻ പറ്റും SIP ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ SIPയുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഒരു 20-40% വരെ റിട്ടേൺ കൊടുത്ത ഫണ്ട്സ് ഉണ്ട്. 20-40% റിട്ടേൺ കൊടുത്ത ഫണ്ട്സ് ഉണ്ട്. അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൾക്കല്ല. ഒരു മാസം 1,000 രൂപ, 500 രൂപ, ഡിപ്പെൻസ് ഓൺ കപ്പാസിറ്റി. 50,000 രൂപ, 25,000 രൂപയ്ക്ക് വെച്ച് നമുക്ക് സാലറീഡ് ആണെങ്കിൽ, നല്ല സാലറി ഉണ്ടെങ്കിൽ, അത് നല്ല ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു ലോങ് ടൈം, അതൊരിക്കലും ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യുന്നൊന്നും ആയിരിക്കരുത്. ഒരു ലോങ് ടൈം പ്രോസ്പെക്ട്സിൽ SIP അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ നല്ല സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ജതിൻ മുമ്പേ പറഞ്ഞ പോലെ 1 രൂപയ്ക്കും ഷെയർ കിട്ടും, 50 പൈസയ്ക്കും ഷെയർ കിട്ടും. 1,20,000 രൂപ ഒരു ഷെയറിന് ഇപ്പോൾ കൊടുക്കുന്ന ഷെയറുകളുമുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഇപ്പം പല സാധനങ്ങളും, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമുക്ക് ഈവൻ സ്വിഗ്ഗി ഡെലിവറി കൊണ്ടുതന്നെ സ്വിഗ്ഗി, സൊമാറ്റോ, ഇതൊക്കെ ലിസ്റ്റഡാണ്. ഇതൊക്കെ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത് നല്ല ധാരണയായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഫണ്ടമെൻറ്റൽസ്. ഇത് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഒരു ഇൻവെസ്റ്റർ ശ്രദ്ധിക്കണം, അല്ലേ? ആ കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എന്താണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് പെർഫെക്റ്റ് ആണോ, പാസ്റ്റ് ഇയറിൽ ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണോ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. 1-2 കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ, പഠിച്ചിട്ട് നന്നായിട്ട് കമ്പനിയെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകാൻ പാടുള്ളൂ. അതാണ് തീർച്ചയായിട്ടും പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ജതിൻ പറഞ്ഞു ഇന്ന് 1 രൂപയുടെ സ്റ്റോക്കുണ്ട്, അല്ലെങ്കിൽ 1,28,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ മാർക്കറ്റിലുണ്ട്. സോ ഇതിൽ നിന്ന് അതുമാത്രമല്ല, ഇതിനിടയ്ക്ക് പല റേഞ്ചിലുള്ള പല കാറ്റഗറീസ് ഓഫ് സ്റ്റോക്സ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും ഒരു ഹ്യൂജ് സ്റ്റോക്സിൻ്റെ നമ്പേഴ്സിൽ നിന്ന് നമുക്ക് നല്ല സ്റ്റോക്സിനെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഫ്രം ദീസ് ഓൾ സ്ക്രാച്ചസ് ആൻഡ് ഓൾ, ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എങ്ങനെ കണ്ടെടുക്കാൻ പറ്റും? ഓക്കെ, ഓൾറെഡി കുറച്ച് പാർട്ട് ഇതിന് ഉത്തരം ബിസാർ പറഞ്ഞു കഴിഞ്ഞു. നല്ല ഡിവിഡൻഡ് പേയിങ് കമ്പനി, നല്ല മാനേജ്മെൻറ്റ്, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. പക്ഷേ അപ്പാർട്ട് ഫ്രം ദിസ്, ഇതല്ലാതെ തന്നെ നമുക്കിപ്പം കുറച്ച് കാര്യങ്ങളല്ലാതെ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു കമ്പനിക്ക് എവറി ക്വാർട്ടർലി റിസൾട്ടുകൾ കമ്പനികൾക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ജനറൽ പബ്ലിക്കിന് അവൈലബിൾ ആണ്, പത്രങ്ങളിൽ അവൈലബിൾ ആണ്, ഇനിയും സൈറ്റുകളിലും അവൈലബിൾ ആണ്. അപ്പം നല്ല സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനികൾ, നല്ല പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള കമ്പനികൾ, ധാരാളം കമ്പനികളുണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാ കമ്പനികളും എല്ലാ ക്വാർട്ടറിലും ഒരേപോലെ തന്നെ ലാഭം കൊടുക്കണമെന്നില്ല. എങ്കിലും നല്ലതായിട്ട് സാർ പറഞ്ഞിട്ട് നല്ല ഡിവിഡൻഡ് പേയിങ് ആണ്, മാനേജ്മെൻറ്റിന് ക്ലാരിറ്റി ഉണ്ട്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് അവർ കൃത്യമായിട്ട് കണക്കാക്കുന്ന ഒരുപാട് മാനേജ്മെൻറ്റുകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്രയും കമ്പനികളിൽ നിന്നും നല്ല കമ്പനികൾ, നല്ല ഗ്രോത്ത് കൊടുക്കുന്ന കമ്പനികൾ നമുക്ക് ഈസി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. അതിൻ്റെ EPS ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിനുള്ള വരുമാനം, പ്രതിയോഹരി വരുമാനം അന്ന് നമ്മൾ പറയും, പ്രതിയോഹരി വരുമാനമൊക്കെ വർദ്ധിച്ച് വരുന്ന കമ്പനികളെ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാം. അതുപോലെ തന്നെ പ്രൈസ് ഏണിങ്സ് റേഷ്യോ ഒക്കെ നമുക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ നല്ല സ്റ്റോക്കുകൾ, നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോക്കുകൾ, നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള കമ്പനികൾ അവൈലബിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. പണ്ട് വാറൻ ബഫറ്റ് പുള്ളിയുടെ ഒരു സേയിങ് ഉണ്ട്, ഡോണ്ട് പുട്ട് ഓൾ ദ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. അങ്ങനെ ഒരു സേയിങ് ഉണ്ട്, ഞാൻ കേട്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് ജതിൻ എന്താ പറയാനുള്ളത്? പുള്ളിയുടെ ആ ഒരു വേർഷൻ കറക്റ്റാണോ അതോ മാറിച്ച്? കാരണം ചിലർക്ക് പറയും എനിക്ക് ബാങ്ക്, ഇപ്പം ചിലർക്ക് ബാങ്ക്സ് പാടില്ല, ചിലർ പറയുമ്പോൾ എനിക്ക് ബാങ്ക് മതി. അപ്പോൾ ഹൗ ക്യാൻ യു സജസ്റ്റ്? അതിൽ നിന്ന് എങ്ങനെ ജതിൻ, അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെ സ്റ്റോക്സ് ജതിൻ സജസ്റ്റ് ചെയ്യും? ഇപ്പോൾ ബാങ്ക് അല്ല, ഇപ്പോൾ ബാങ്ക് ചിലർ പറയും ബാങ്ക് പെർഫോമിങ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ക്ലൈൻറ്റ് പറഞ്ഞു, ബാങ്ക് ഒന്നും വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം, ഒരു കമ്പനി അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ മാത്രം നമ്മൾ നിക്ഷേപം ഇറക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഫാക്ടർ കൂടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വാറൻ ബഫറ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഇൻവെസ്റ്റേഴ്സിന് വളരെ വാല്യുബിളായിട്ടുള്ള കുറേ അഡ്വൈസുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ്, മാർക്കറ്റിൽ എല്ലാവരും ബൈ ചെയ്യുന്ന സമയത്ത്, വെൻ എവരി വൺ ബൈസ് പ്ലീസ് സെൽ യുവർ ഷെയർസ്, വെൻ എവരി വൺ സെൽസ് ബൈ ഷെയർസ്. അപ്പം വാറൻ ബഫറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ എഗ്ഗും കൂടെ ഒരു ബാസ്ക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ബാസ്ക്കറ്റിന് എന്തെങ്കിലും കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ അത്, പക്ഷേ ഓവർ ഡൈവേഴ്സിഫിക്കേഷനും പ്രശ്നമാണ്. അപ്പം എങ്കിലും നമ്മൾ വെൽ ഡൈവേഴ്സിഫൈഡ് ആകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു
ഇതെന്ന് പറയുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൽ ഇട്ട് കഴിയുമ്പോൾ ആ സ്റ്റോക്കിലോ ആ സെക്ടറിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് എക്സാമ്പിൾസ് ഞാൻ പറയാം. 2020 നമ്മൾ മാർക്കറ്റ് കയറി കഴിഞ്ഞപ്പം പിന്നെ ഏറ്റവും കൂടുതൽ കയറിക്കൊണ്ടിരുന്നത് പിന്നെ ഈ ഫാർമസ്യൂട്ടിക്കൽസും അതുപോലെ തന്നെ കെമിക്കൽസും ആയിരുന്നു. ആ കെമിക്കൽസ് പിന്നീട് 4 വർഷം പെർഫോം ചെയ്തതേ ഇല്ല. അപ്പം അന്ന് ഈ ഒരു സ്റ്റോക്കിൽ, കെമിക്കൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഭയങ്കര ഹ്യൂജ് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരേ തരത്തിലുള്ള സ്റ്റോക്കുകൾ പിന്നെ മാത്രം നിക്ഷേപിക്കുക എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അതേസമയം കുറച്ച് ഡൈവേഴ്സിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ചില നമ്മുടെ ക്ലയൻസ്, ചിലപ്പോൾ ഈവൻ ക്ലയൻസ് ആണെങ്കിലും പലരും ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് സ്റ്റോക്സ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ആദ്യം കൊടുത്ത റിട്ടേൺ അവർക്ക് പിന്നീടുള്ള കാലങ്ങളിൽ കിട്ടാതെ വരുന്നുണ്ട്. അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താ? കാരണം അവർ ആ സ്റ്റോക്സിനെ എപ്പോഴും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ക്യാരി ഓൺ ചെയ്യുമ്പോൾ ചോദിച്ചൊരു ക്വസ്റ്റ്യനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ സിംഗിൾ ബാസ്ക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് പല രീതിയിലാണ് കേട്ടോ. നമ്മുടെ കയ്യിലൊരു 1 crore ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. 100% മണിയും സ്റ്റോക്കിലിടരുത്. ഓക്കെ. സ്റ്റോക്ക് മാർക്കറ്റിൽ certain പെർസെൻറ്റേജ് ഇടുക, മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് പെർസെൻറ്റേജ് ഇടുക, ഗോൾഡിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, ബോൺസിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ബോണ്ട് മാർക്കറ്റ് ഇപ്പോൾ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് വരുന്നൊരു മാർക്കറ്റാണ്. റിട്ടേൺസ് കിട്ടും നന്നായിട്ട്, സേഫാണ്, സെക്യൂറാണ്. സോ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ അവന്യൂസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ജിജി ചോദിച്ചത് സിംഗിൾ ഷെയർ, അതല്ലേ ഉദ്ദേശിച്ചത്? ഒരു ഷെയർ മാത്രം മേടിച്ച് ലോങ് ടൈമിലേക്ക്, അതൊരു പഴയകാല കൺസെപ്റ്റാണ് വന്നാൽ എനിക്ക് എൻ്റെ പേഴ്സണലായി പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സ് ഷെയർ വാങ്ങി, അത് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ വിൽക്കുന്നുള്ളൂ. ഈ 10 വർഷം ഈ കമ്പനി സ്റ്റഡി പെർഫോം ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഈ നന്നായിട്ട് പെർഫോം ചെയ്യാം, ഷെയറിൻ്റെ പ്രൈസ് കയറി പോകാം, എന്തെങ്കിലും ഇഷ്യൂ കാരണം ഷെയറിൻ്റെ പ്രൈസ് ഡൗൺ ആകാം. ഒരിക്കലും ആ കൺസെപ്റ്റിലേക്ക് ആൾക്കാർ പോരുത്. എപ്പോഴാണോ നമുക്കൊരു റിട്ടേൺ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ടല്ലേ, ബാങ്കിൽ ഓഫ് കോഴ്സ് FD നെഗറ്റീവ് റിട്ടേൺ ആണ്, നമ്മൾ ഇൻഫ്ലേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ ജതിനെ, നെഗറ്റീവ് റിട്ടേൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ എപ്പോഴാണോ നമുക്കൊരു 20% 30% ഗ്രോത്ത് കിട്ടുമ്പോൾ സെൽ ഇറ്റ്. എന്നിട്ട് ഇനി മേടിക്കാൻ അവസരമുണ്ട്. ആ ഷെയർ നമുക്ക് താഴെ വരുമ്പോൾ മേടിക്കാം. ഓർ ലിസ്റ്റഡ് ആയിട്ടുള്ള 10,000-7,000 ഷെയറുകൾ എക്സ്ചേഞ്ചിലുണ്ട്. നല്ല നല്ല കമ്പനികളുടെ ഷെയർ ഇഷ്ടം പോലെ ഇപ്പോഴും കൊടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് മാർക്കറ്റ് ക്രാഷ് ആയിരുന്നു. നമ്മൾ മലയാളീസിന് എവിടെ ഡിസ്കൗണ്ട് കണ്ടാലും ഓടിപ്പോയി ആൾക്കാർ മേടിക്കുന്നത് അല്ലേ. ഇപ്പോൾ ആമസോൺ സെയില്, ഫ്ലിപ്കാർട്ട് സെയില്, ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്ന് എവിടെ 50% ഓഫർ ഉണ്ടാലും ആൾക്കാർ കയറി മേടിക്കും. പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രം അത് സംഭവിച്ചില്ല. ആ മാർക്കറ്റ് ക്രാഷ് ചെയ്ത സമയത്ത് 14 to 15% അല്ലേ ഇതിന് അത്രയല്ലേ ക്രാഷ് ആയത് ഫ്രം ദ ടോപ്പ് അല്ലേ. അപ്പം ക്രാഷായ സമയത്ത് സെയിലായിരുന്നു ഓരോ ഷെയർസ്, 50% ഡിസ്കൗണ്ട്, 40% ഡിസ്കൗണ്ട്, 30% ഡിസ്കൗണ്ട്. ബട്ട് അത് ആരും യൂട്ടിലൈസ് ചെയ്തില്ല. കാരണം ഇനിയും താഴെ വരും. ഓഫ് കോഴ്സ് മാർക്കറ്റിൽ സിക്സാക്ക് വരും. മാർക്കറ്റ് ഗെയിൻ ഉണ്ടാവും, ലോസ് ഉണ്ടാവും. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം തിരിച്ചു വരികയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത പൈസ മാത്രമേ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ, അല്ലാത്തവർക്ക് പൈസ പോവും, ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ചാൻസ് വരുമ്പോൾ 100% ആൾക്കാർ ഷെയർ മേടിക്കേണ്ടതായിരുന്നു. 100%. കാരണം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 760, 790 വരെ ഒരു കേരള ബേസ്ഡ് ഒരു കമ്പനി, ഒരു ജ്വല്ലറി കമ്പനിയുടെ ഷെയർസ് വന്നു, നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഫ്രം 135 എന്ന ഷെയർ കയറാൻ തുടങ്ങി. അത് 770 സംതിങ് പോയെന്നാണ് എനിക്കൊരു കറക്റ്റ് എക്സാക്റ്റ് ഓർമ്മയില്ല. അന്നേരം ആ ഷെയർ പല ബ്രോക്കിംഗ് കമ്പനിയിലും പല AMCസും പറഞ്ഞു ബൈ 1200, 1300. തീർച്ചയായിട്ടും ആ കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം കൊണ്ട് ആ സാധനം ഈ പറയുന്ന 65 വരെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ 135 വന്നു. 135 എന്നാണ് പിന്നെ അത് ഫ്ലൈ ചെയ്ത് പോയത്. അന്നേരം ബൈ ആൾക്കാർ പറഞ്ഞത്. പക്ഷേ എന്തോ സംതിങ് ഒരു ബാഡ് ന്യൂസ് വന്നു. മാർക്കറ്റിൽ ഷെയർ അടിച്ചു. 50% ഓൾമോസ്റ്റ് ഡൗൺ ആയിപ്പോയി. 50%ഓളം 45% ആ ഷെയർ ഡൗൺ ആയി. നമുക്ക് കണ്ണുടച്ച് മേടിക്കാറുന്നത് ആ ഷെയർ, കണ്ണുടച്ച് മേടിക്കുക. അങ്ങനെ ഒത്തിരി ഷെയർസ്, ഈവൻ ഇഫ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇപ്പം പണ്ടത്തെ കാലത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും, അന്ന് 100 ഇൻഫോസിസ് മേടിച്ചായിരുന്നു, ഇന്ന് മറ്റേ എറണാകുളത്തിൻ്റെ പകുതി മേടിക്കാമായിരുന്നു, കേരളത്തിൻ്റെ പകുതി. അത് ഡസൻറ്റ് മേക്ക് ഇൻ എ സെൻസ്. അന്നേരം നമ്മൾ മേടിക്കാനും പോകില്ല, അതൊന്നും ഹോൾഡ് ചെയ്യാനും പോകില്ല, ഒന്നുമില്ല. ഇങ്ങനെ കിട്ടുന്ന ചാൻസുകൾ നല്ല ഷെയർസ് മേടിച്ച് അങ്ങ് വെച്ചേക്കണം.
തീർച്ചയായിട്ടും നമ്മൾ ലാൻഡ് എങ്ങനെ മേടിച്ച് വെക്കുന്നത് അതുപോലെ തന്നെ മേടിച്ച് വെച്ചേക്കുക. അപ്പം അത്യാവശ്യം ഇടയ്ക്ക് പൈസ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ എന്താ പറയുന്നത്, നമുക്ക് ഷെയർ വെച്ചിട്ട് ലോൺ എടുക്കാവുന്നുള്ള ഇപ്പം പൈസ ആവശ്യം എമർജൻസി വന്നാൽ, ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങനെ ഒരു ഫണ്ട് എടുത്തിട്ട് മാത്രമേ സ്റ്റോക്ക് മേടിക്കാവുള്ളൂ. സെക്കൻഡ് തിങ്, നെവർ മാരി എ ഷെയർ. കല്യാണം കഴിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ പാർട്ണർ നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഷെയറിനെ സംബന്ധിച്ച് ആ ഒരു കാര്യം ചെയ്യരുത്. ഒരു സ്റ്റോക്ക് മേടിച്ച് നമുക്ക് ആവശ്യമുള്ള റിട്ടേൺ കിട്ടുമ്പം ഡൈവേഴ്സ് ചെയ്തേക്കുക, അതിനെ ഹോൾഡ് ചെയ്യരുത്. തീർച്ചയായിട്ടും നെവർ മാരി എ ഷെയർ പണ്ട് മുതലുള്ള സൈങ്. പക്ഷേ ഇത് ആൾക്കാർക്ക് സെൻറ്റിമെൻറ്റ്സ് ആണല്ലോ മാർക്കറ്റിൽ. ഇപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ഒരു ഷെയർ മാത്രം ഹോൾഡ് ചെയ്ത് എനിക്ക് ഇന്ന പോലെ മാർക്കറ്റിലൊരു ഒരു ക്രൈസിസ് വന്നു. അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ്. അപ്പോൾ നമ്മൾ അന്ന് ഞാൻ തീരുമാനിച്ചു ഒരിക്കലും ഈ പറയുന്ന രീതിയിലേക്ക് ട്രേഡിങ് പോവില്ല. പ്ലസ് മാർജിൻ ഫണ്ടിങ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടിരിക്കുന്ന മാർജിൻ ഫണ്ടിങ് ആണ്. പേഴ്സണലി എനിക്ക് 10-30 വർഷത്തെ എക്സ്പീരിയൻസ് മാർക്കറ്റിലുണ്ട്. നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കല്ലാതെ ₹1 എക്സ്ട്രാ എടുത്തിട്ട് ഷെയർ വാങ്ങരുത്. തീർച്ചയായിട്ടും 15 to 20% ഓരോ കമ്പനികളും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ആ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് 20% ഒരു വർഷം മേടിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തു, 15% ഇൻട്രസ്റ്റ് കൊടുത്തു. ഈ 15% ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഒരു 20% റവന്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഇൻകം, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്രിസിയേഷൻ കിട്ടണമെങ്കിൽ 20 + 15 35% അപ്രിസിയേഷൻ ഒരു വർഷം കിട്ടണം. എന്നാലും ഇൻട്രസ്റ്റ് അടച്ചിട്ട് എന്തെങ്കിലും കൈ പിടിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാർജിൻ ഫണ്ടിങ് ഓഫ് കോഴ്സ് ചിലപ്പം ബുൾ മാർക്കറ്റ് തന്നെയായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ചിലപ്പം ബെറ്റർ ആവും. പക്ഷേ അതല്ല, മാർക്കറ്റ് ഇപ്പോൾ കളിക്കുന്ന പോലെ സിക്സാക്ക് കളി കളിക്കുകയാണെങ്കിൽ പെട്ടുപോകും. ₹100 ഉണ്ടെങ്കിൽ ₹100 മേടിക്കാവുള്ളൂ. തീർച്ചയായിട്ടും 150 രൂപയുടെ സാധനം മേടിച്ചേക്കരുത്. അത് ഇൻവെസ്റ്റേഴ്സ്, ട്രേഡേഴ്സ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ഓഫേഴ്സും പല കമ്പനികളും തരും, 10% തരാം, 12% തരാം. അവർക്ക് ഈ ഫണ്ട് എവിടെയെങ്കിലും കൊണ്ട് ചിലവാക്കണം. അതിനായിട്ടാണ് ഈ മാർജിൻ ഫണ്ടിങ് ഇത്രയും പ്രൊമോട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാം, ബാക്കി കേൾക്കുന്നവർക്കോ നിങ്ങൾക്കൊക്കെ എതിരഭിപ്രായം ഉണ്ടാകാം. എൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് മേടിച്ചാൽ ഞാൻ സേഫാണ്, എനിക്ക് കിടന്നുറങ്ങാം. അതല്ലെങ്കിൽ ക്യാപിറ്റൽ ഇറോഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 1 ലക്ഷം രൂപ ക്യാപിറ്റലുണ്ട്, നമ്മൾ 1 ലക്ഷം രൂപ ഇങ്ങോട്ട് ലോൺ എടുത്തു. ഓക്കെ, അപ്പോൾ 2 lakh ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 2 lakh ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് ഒന്ന് ക്രാഷ് ചെയ്തു, ഒരു 10% ഓൺ 15% ഷെയർ ഡിപ്രിസിയേഷൻ വന്നു. നമ്മൾ ഈ 2 ലക്ഷത്തിൻ്റെ 15% എന്ന് പറയുന്നത് 30,000 രൂപയാണ് ഇറോഷൻ വരുന്നത്. ആം ഐ റൈറ്റ്? അപ്പോൾ ഈ നമ്മൾ ഇട്ടിരിക്കുന്ന മുതൽ 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷത്തിൻ്റെ 30% അവിടെ പോയി. നേരെ മറിച്ച് നമ്മളെ മാർജിൻ ഫിനാൻസ് എടുക്കാതിരിക്കുവാണെങ്കിൽ നമുക്ക് 15% പോകുന്നുള്ളൂ. 15,000 രൂപ പിന്നെ കയറുമ്പോൾ കൊടുത്താൽ മതി. എഗെയിൻ ഒരു 15% കൂടെ 20% ഷെയർ താഴെ പോയി കഴിഞ്ഞാൽ ഈ മാർജിൻ ഫിനാൻസ് കൊടുത്ത ആളെടുത്ത് ഷെയർ വിൽക്കും, ടോട്ടൽ ലോസ് ആവും. അത് കൊളാപ്സ്ഡ് ആവും. ഒരാളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയെ കംപ്ലീറ്റ് കൊളാപ്സ്ഡ് ആക്കുന്ന പരിപാടിയാണ് ഈ പറഞ്ഞ മാർജിൻ ഫിനാൻസ് എന്ന് പറയുന്നൊരു ഒരു സംഗതി. സാറിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. സാറിൻ്റെ ക്ലയൻസോ ഇത്രയും നാളത്തെ സാറ് ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു 30 years ആയെന്ന് സാറ് പറഞ്ഞു. ഇതിൽ നല്ല എക്സ്പീരിയൻസ് പറഞ്ഞു കേട്ട ഒരു എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് സാറിന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒരു ക്ലയൻറ്റ്, ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് യു ഹാവ് സാർ ഈ ഫീൽഡിൽ വന്നിട്ട് വർഷങ്ങളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ജിജി, നമ്മുടെ മലയാളീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സെക്കൻഡറി ബിസിനസ്സാണ് അല്ലേ ജിതിനെ? നമുക്കെല്ലാം വേറെ ബിസിനസ്സുകളുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പ്രൊഫഷണലായിരിക്കാം, ഞാൻ ടീച്ചറായിരിക്കാം, ഞാൻ ബാങ്ക് ജോലിക്കാരനായിരിക്കാം. എൻ്റെ ഒരു എമൗണ്ടിൻ്റെ ശകലം കുറച്ചൊക്കെ ഞാൻ ആരെയൊക്കെ പറഞ്ഞു കേട്ട് ആ സ്റ്റോക്ക് മേടിച്ചു, ഈ സ്റ്റോക്ക് മേടിച്ചു, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, മറന്നുപോയി. നേരെ മറിച്ച് നോർത്ത് ഇന്ത്യയിൽ ലൈക്ക് നമുക്ക് എല്ലായിടത്തും ഓഫീസുകളുള്ളതെന്ന് പറഞ്ഞാണ്. ബോംബെയിലും അഹമ്മദാബാദിലും ഒക്കെ നമുക്ക് ഓഫീസുകളുണ്ട്. സോ അവിടുത്തെ ക്ലയൻസിൻ്റെ പൾസ് നമുക്കറിയാം. അവർക്ക് ഫുൾ ടൈം ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്. ഈവൻ ഇഫ് അവർക്ക് ഡെലിവറി കൊടുക്കുന്നത് പോലും ഈ ഷെയർസാണ്. അപ്പോൾ അവരുടെ ഊണും ഉറക്കവും ചിന്തകളും എല്ലാം സ്റ്റോക്സാണ്. നമ്മുടെ നേരെ തിരിച്ചുമാണ്. അവർക്ക് പ്രൈമറി സ്റ്റോക്കും ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി. നമുക്കിവിടെ സെക്കൻഡറി ആണ് സ്റ്റോക്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും എല്ലാം. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ജിജി ചോദിച്ചൊരു ചോദ്യം, ഒരുപാട് ക്ലയൻസ് ഉണ്ട് ജിജി പൈസ ഉണ്ടാക്കിയ ക്ലയൻസ്. എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ സ്പെക്കുലേറ്റ് ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നു ജിജി ഏത് ഷെയർ വേണമെങ്കിലും എടുത്ത് നോക്കും.
90% ഷെയർസും ബെറ്റർ ആയിട്ടേ ഉള്ളൂ. ഒരു ദിവസം അതായത് ഇന്ന് IPO കഴിഞ്ഞ് ലിസ്റ്റ് ചെയ്യുന്ന അന്ന് മുതൽ താഴോട്ട് തന്നെ പോകുന്ന ഒരു ഷെയറുകളും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടേ തന്നെ വളരെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഒരു 90% ഷെയർസും IPO കഴിഞ്ഞ് നമുക്കൊരു ഡീസൻറ്റ് റിട്ടേൺ തന്നിട്ടേ ആ ചിലപ്പോൾ ഷെയർ താഴെ പോവുള്ളൂ. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഓഫ് കോഴ്സ് റിട്ടേൺസ് ഉണ്ട്. അത് ഇപ്പം FD ഒക്കെ ആൾക്കാർ എന്തിനാണ് ഇടുന്നത് എനിക്കറിയാൻ പാടില്ല. ശരിയല്ലേ? ഈ നെഗറ്റീവ് റിട്ടേൺസാണ് ചിലരുടെ കാഴ്ചപ്പാടുണ്ട്. എനിക്കിപ്പോൾ 1 കോടി രൂപയുണ്ട്, ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ FD ഇട്ടിട്ടുണ്ട്, ഓറൽസ് HDFC ബാങ്കിൽ FD ഇട്ടിട്ടുണ്ട്. അവർ വിചാരം സേഫാന്നാ. അത് ഇൻഫ്ലേഷനെ പോലും മീറ്റ് ചെയ്യുന്നില്ല. സോ കൺസർവേറ്റീവായിട്ട് ഈവൻ ഇഫ് അതെടുത്ത് ബോൺസിൽ ഇട്ടാൽ പോലും 8 to 9% റിട്ടേൺ കിട്ടും. തീർച്ചയായിട്ടും. ഇത് 6%, 6.5% അതിന് ടാക്സും പോയി കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടാൻ? ഇൻഫ്ലേഷൻ ഉണ്ട് 5.5 സംതിങ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഓഫ് കോഴ്സ് അത് നെഗറ്റീവ് റിട്ടേൺ. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ജിജി കാശ് കിട്ടും, അത് യാതൊരു മാറ്റമില്ല. വൈസ്ലി ഇൻവെസ്റ്റ് ചെയ്യണം. പറഞ്ഞാൽ നമ്മൾ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ. അത് നോക്കിയിട്ട് അല്ലാണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ യൂട്യൂബേഴ്സോ അവരെ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് പോയി വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ മുങ്ങി മരിക്കുള്ളൂ. തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. സർ ജതിൻ പറഞ്ഞ പോലെ ഈ SIP ഭയങ്കര ഒരു ഇറ്റ്സ് എന്താ പറയുക, നല്ലൊരു നമുക്ക് എപ്പോഴായാലും നമുക്കൊരു ബാക്ക് ബോൺ പോലെ SIPs. ഐ ഓൾവേസ് തിങ്ക്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി HDFCയിൽ വർക്ക് ചെയ്ത ലോങ് ബാക്ക്. അന്ന് പുള്ളി ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ആളായതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ ഹീ ഇൻവെസ്റ്റഡ് ഹിസ് മണി ഈ പറയുന്ന മാർക്കറ്റിൽ. ആഫ്റ്റർ ലോങ് ടൈം പുള്ളി ഇങ്ങനെ പോയി കുറച്ച് കാലം കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ആ ഒരു സമയം വന്നപ്പോൾ ഇറ്റ് വാസ് 96 lakhs. അറ്റ് ദ സെയിം ടൈം പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഒരു ഫ്രണ്ട് പോയിട്ടൊരു ട്രഡീഷണൽ പോളിസിയിൽ ജോയിൻ ചെയ്തു. ആഫ്റ്റർ ലോങ് ടൈം ഹി ഗോട്ട് ഓൺലി 6 lakhs. ബിക്കോസ് ഈ എമൗണ്ട് പറയാൻ എൻ്റെ മനസ്സിൽ കിടക്കുന്നത് അവർ ഈ എമൗണ്ട് എന്നോട് പറഞ്ഞു പുള്ളി. കാരണം പുള്ളി പറഞ്ഞ് എനിക്ക് അന്ന് ഞാൻ വിചാരിച്ച അബദ്ധമാണെന്ന്. കാരണം എൻ്റെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി MF മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ അതുമായിട്ട് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രോഡക്ട്സ് അവർക്ക് അന്ന് സെല് ചെയ്യണമായിരുന്നു. സോ ഹി ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് ആൻഡ് ഹി ഏൺഡ് സച്ച് എ ബ്രില്യൻ എമൗണ്ട്. ഓഫ് കോഴ്സ് അത് ജിജി പറഞ്ഞോണ്ടേ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വന്ന് സംസാരിച്ചപ്പോൾ ഹി ഹാസ് 2-3 ഫ്ലാറ്റ്സ് ഇൻ മുംബൈ, ബാംഗ്ലൂരും ഉണ്ട്. ഇപ്പോൾ പുള്ളി ആദ്യത്തെ ഫ്ലാറ്റ് മേടിച്ചത് 2005 or 2006 എക്സാക്ട്ലി ഞാൻ ഓർമ്മയില്ല. SIP സ്റ്റാർട്ട് ചെയ്തു. ആ SIPയിൽ പുള്ളിക്ക് വരുന്ന ഇൻക്രിമെൻറ്റ്സ് ആ ഇൻക്രിമെൻറ്റ്സ് പുള്ളി യൂട്ടിലൈസ് ചെയ്തില്ല. അത് കംപ്ലീറ്റ് SIPയിലേക്ക് ഇട്ടു. ഓരോ വർഷവും അവൻ മേക്ക് ഷുവർ ചെയ്തു 10% കൂട്ടി കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ അവൻ ആ SIP നല്ലൊരു എമൗണ്ട് വന്നപ്പോൾ റെഡീം ചെയ്ത് ബാംഗ്ലൂരിൽ ഫസ്റ്റ് ഫ്ലാറ്റ് മേടിച്ചെന്ന് പറഞ്ഞു. സോ SIPയുടെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമാണ്. SIP ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കെന്താ ഗുണം? ആസ് എ ബ്രോക്കർ നമുക്ക് ഈ പറയുന്ന വലിയ ഗുണമൊന്നുമില്ല. SIP ഇസ് എ സർവീസാണ്. നാളെ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മൾ SIP ഇട്ട ആൾക്കാർ നമ്മളോട് പറയും താങ്ക്സ് ജതിൻ, താങ്ക്സ് ജിജി എന്ന് പറഞ്ഞിരിക്കും. കാരണം ആ സമയത്ത് കിട്ടുന്ന റിട്ടേൺ ഭയങ്കരമാണ്. അതെ, ഇപ്പം നമ്മളിപ്പോൾ ആദ്യം പറയും എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവരും എല്ലാ എക്സ്പെൻസുകളും കഴിഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറ്. എല്ലാ എക്സ്പെൻസുകളും കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിച്ചമുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ആ പാറ്റേൺ മാറ്റിയിട്ട് ഇൻവെസ്റ്റ് ഫസ്റ്റ് പിന്നെ ചിലവാക്കാം എന്ന് പറഞ്ഞ് ജീവിക്കണ്ട എന്നുള്ളതല്ല പറഞ്ഞ് മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണമെന്നല്ല പറഞ്ഞ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു സാലറിയുടെ നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഇൻകത്തിൻ്റെ നല്ലൊരു എമൗണ്ട് ഒരു SIP ആയിട്ട് പോകണം. പിന്നെ കോർപ്പറേറ്റ് SIPs, കമ്പനികളുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഓണേഴ്സ്. അവരെ സംബന്ധിച്ച് 10 ലക്ഷമോ 15 ലക്ഷമോ ഒക്കെ ഒരു മാസം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ ദേ ക്യാൻ ഓൾസോ സ്റ്റാർട്ട് കോർപ്പറേറ്റ് SIPs. പക്ഷേ ഇവർക്ക് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഈ പല ക്ലാസ്സുകളിൽ നമ്മൾ പോയി കഴിയുമ്പോൾ ഇപ്പോഴും SIPയെക്കുറിച്ച് അറിയാൻ പാടാത്ത ആൾക്കാർ ഇഷ്ടംപോലുണ്ട്. അത് സങ്കടം വരുന്നത് ഈവൻ ഇഫ് ടീച്ചേഴ്സിന് അറിയാൻ മേല. ഞാനൊരു ബാങ്ക് എംപ്ലോയോട് സംസാരിച്ചപ്പോൾ പുള്ളിക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല. അപ്പോൾ പലർക്കും ഇപ്പോഴും ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ല, അതിന് അഡ്വാൻറ്റേജ് എന്തെന്നുള്ളത്. ഇത് ഇപ്പോൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആൻഡ് ആവറേജിങ് ഇതൊക്കെ ശരിക്കും മാത്സ് അറ്റ്ലീസ്റ്റ് കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനായാലും മനസ്സിലാകുന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാന്നുള്ളത്. പക്ഷേ അത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ്. പക്ഷേ നമുക്കെന്തോ വലിയ, ഇപ്പം ഞാൻ പലരോടും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം ഞങ്ങൾ SIP ചെയ്യാൻ പറയും. അറിയാവുന്നവർ ചെയ്യും, ഇല്ലാത്തവർ എനിക്ക് എന്തോ മെച്ചമുണ്ടെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ നമ്മൾ അത് ആരാ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
SIP is the best investment. Nothing. See, പേഴ്സണലി ഞാൻ പറയാം, ഒരാൾക്ക് കമ്പൽസറി ആയിട്ട് വേണ്ടുന്നത് ഒരു SIP വേണം, ഒരു ടേം ഇൻഷുറൻസ് വേണം. ഒരു ടേം ഇൻഷുറൻസ്, ബിക്കോസ് നമ്മളെല്ലാവരും ഫിൽത്തി റിച്ച് ആയിട്ടൊന്നുമല്ല ജനിച്ചതും വളർന്നതൊക്കെ. സോ നമുക്ക് നമ്മുടെ ഹോം ലോൺസ് ഉണ്ട്, വെഹിക്കിൾ ലോൺസ് ഉണ്ട്, നമ്മുടെ ലോൺസ് പേഴ്സണൽ ലോൺസ് ഉണ്ടാവാം. ഇത് നമുക്ക് മനുഷ്യൻ്റെ കാര്യമാണ്. ഇപ്പം മറ്റേ എന്താ പറയുക, ഡെത്ത് ഒരു കോമൺ തിങ്ങാണ്, നല്ലൊരു ക്രിട്ടിക്കൽ ഇൽനെസ് ഒരു കോമൺ തിങ്ങാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ അസറ്റ്സ് ബാങ്കുകാരോ ഫിനാൻസിയേഴ്സോ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുക. നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ലൈബിലിറ്റിക്ക് ഈക്വലായിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. രണ്ട്, ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കണം. SIP മസ്റ്റായിട്ട് വേണം. പിന്നെ ഉള്ളത് ഒരു ഹെൽത്ത് ഇൻഷുറൻസാണ്. ഇപ്പോഴും പല ആൾക്കാർ, ഈവൻ പല ഫ്രണ്ട്സ് പോലും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം എത്രയാണ്, അപ്പം ദർ ഏജ്ഡ്, അപ്പോൾ അവർ പറയും 55 ഉണ്ട്, മീൻസ് 55 വയസ്സുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഫാമിലി ആകുമ്പോൾ അതേ പാരിറ്റിയിലുള്ള ഏജാണ് വരുന്നത്. വൈഫിനും ഏകദേശം ഒരു 50 വയസ്സുണ്ടാവും, പിള്ളേർക്ക് ഒരു 35-40 വയസ്സ്, അല്ലെങ്കിൽ 30 വയസ്സ് 20 വയസ്സൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇവരുടെ പ്രീമിയം വരുമ്പോൾ ഇച്ചിരി കൂടുതലാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ പ്രീമിയം അടയ്ക്കാൻ ഭയങ്കര പാടാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കിക്കൂ, ഒരു അസുഖം വന്നാൽ നമ്മുടെ എൻറ്റയർ ഫിനാൻഷ്യൽ സെറ്റപ്പ് കൊളാപ്സ്ഡ് ആക്കുന്ന ഒരു അസുഖം വന്നാൽ മതി. നമ്മൾ മാക്സിമം ചെയ്യാൻ പോകുന്നത് ഒരു 5 lakhs എങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുക. ഈ 3 കാര്യം നമ്മൾ എടുത്തു വെച്ചാൽ നമ്മൾ അത്യാവശ്യം സേഫായിട്ട് മുമ്പോട്ട് പോകും. ഒരു ടേം, ഒരു SIP, ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. എടുത്ത് വെച്ചേ പറ്റൂ എല്ലാവരും. നമുക്കത് പറയാനേ പറ്റുള്ളൂ, പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൊളീഗ് വന്നിട്ട് പറയാണ്, ആ കുട്ടി ഒരാളുടെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഈ ഇൻഷുറൻസിന്, ഹെൽത്ത് ഇൻഷുറൻസിന്. അപ്പോൾ ആ പുള്ളിക്കാരത്തിൻ്റെ കുട്ടി ആശുപത്രിയിലായിട്ട് കുറേ പൈസ അങ്ങനെ ഹോസ്പിറ്റൽ ബില്ലായി. അന്ന് പറയുന്ന വിഷയം, നിങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ അത് ചേരുമായിരുന്നെങ്കിൽ എനിക്ക് ഈ പൈസ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് വൺസ് എന്താ പറയുക, ഒന്ന് വീണ് കഴിഞ്ഞിട്ട് ആൾക്കാർ മനസ്സിലാവുള്ളൂ ഇത് വീഴുന്നതിന് മുമ്പ് ഇത് ചെയ്യാമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ പബ്ലിക്കിൻ്റെ വിചാരം എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് എന്തോ ബെനിഫിറ്റ് ഉണ്ട്. ഈ പറയുന്നതിനകത്തൊന്നും നമുക്ക് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. എസ്പെഷ്യലി SIPക്കകത്തൊന്നും ഒരു ബെനിഫിറ്റും ഇല്ല നമുക്ക്. സർവീസ് ഉള്ളി, ചായ കുടിക്കാനുള്ള കാശ് പോലും കിട്ടത്തില്ല. SIPക്കകത്ത് നമുക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ അതൊരു വലിയ സഹായമാണ് മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. സാർ പറഞ്ഞപ്പോഴേ എനിക്കതിൻ്റെ അകത്തൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇതൊരു ഹാപ്പൻ ചെയ്ത സംഭവമാണ്. ഒരു ഗവൺമെൻറ് എംപ്ലോയി, പേര് പറയുന്നില്ല, 2009 തോന്നുന്നു, ഞാൻ വേറൊരു ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് തോന്നുന്നു, അന്ന് നമുക്ക് SIP ചെയ്യുന്ന ഒരു ടാർഗറ്റായി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു എനിക്കൊരു 2000 rupees 3000 rupees വെച്ച് ചേരാമെന്ന് പറഞ്ഞു. അപ്പം 3000 rupees ഒരു SIP സ്റ്റാർട്ട് ചെയ്തു. ഞാനും വിട്ടുപോയി. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 2014 ആയപ്പോൾ തന്നെ ഞാൻ ഫേമിൽ നിന്ന് വിട്ടു. ലാസ്റ്റ് ഒരു 6 months ബാക്ക് പുള്ളിക്കാരി എന്നെ വിളിക്കുകയാണ്. അപ്പം പുള്ളിക്കാരി എന്നെ വിളിച്ച് പറഞ്ഞ്, എൻ്റെ നമ്പർ എവിടുന്നോ ഇത് പോയി, ഇപ്പോൾ എവിടുന്നോ പോയ നമ്പർ തപ്പി പിടിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് ഭയങ്കര താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ അറിയത്തില്ലേ, ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്താണെന്ന്. അപ്പോൾ അവർ ചെയ്ത SIPയുടെ എമൗണ്ട് അവർ ഓൾറെഡി 15 lakhs അതിൻ്റെ അകത്തുനിന്ന് വിഡ്രോ ചെയ്തിട്ട് ഇപ്പം വീണ്ടും അറൗണ്ട് ഒരു 20 lakhs സംതിങ് കിടപ്പുണ്ട്, ഇപ്പോഴും വീണ്ടും കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞ് ഞാൻ വേറെ സ്റ്റാർട്ട് ചെയ്തു, ഇത് കഴിഞ്ഞിട്ട് വേറെ പല ഫംസിൽ നിന്നും ഇത് ചെയ്തപ്പം ഇത് ചെയ്തു. അപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് വരുന്ന ഒരു സന്തോഷം നമുക്ക് ഏറ്റവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമുക്കന്ന് ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് ആയിരിക്കും മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറയുന്നത് SIPക്ക് അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് എമൗണ്ട് മാത്രമല്ല പ്രാധാന്യം, എത്ര നാൾ കൊണ്ടുപോകുന്നു പറയുന്നതാണ് കോമ്പൗണ്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഞാനിത് പ്രത്യേകം പറഞ്ഞു. കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ നമ്മൾ, കാരണം ഒരാൾക്ക് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഫ്രം എ സ്മോൾ ഏർണിങ്സ് പുള്ളിക്കാരി എത്രയും പൈസ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് ഈ യങ് ഏജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ലാസ്റ്റിൽ പോയി നമുക്ക് SIP ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ വെൽ സെറ്റിൽഡ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. നമുക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ടായാൽ പോലും കുഴപ്പമില്ല. SIPക്കകത്ത് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് പോലെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല. SIP ബ്രേക്ക് ആയെന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് അതേ ഫണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വിടാം. അപ്പോൾ നമുക്കൊരു ഇടയ്ക്കൊരു ജോലിയുടെ ഒരു ഇടവേള വന്നു കഴിഞ്ഞാൽ പോലും നമുക്കത് പ്രശ്നമില്ല. അപ്പം ഞാൻ പറയുന്നത് SIP ഒരു 10-20 വർഷം കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് സെറ്റിൽ ചെയ്യാനുള്ള പൈസ
തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. മറ്റേ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാൻ വേണ്ടി വിഡ്രോ ചെയ്യരുത്. അതെ, yes, അത്രയേ ഉള്ളൂ. കാരണം ഇപ്പോൾ എല്ലാവരും തുടങ്ങും ബില്ല് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആവശ്യം വിഡ്രോ ചെയ്യും. അത് ഗ്രോ ചെയ്യില്ല, ഫണ്ട് അത് ഗ്രോ ചെയ്യില്ല. വെറുതെ അവർ കുറച്ച് നാളെ SIP കുറ്റം പറയും. കാരണം ഫണ്ട് വിഡ്രോ ചെയ്യും, മനസ്സിലായി. അത് ഗ്രോത്ത് ഉണ്ടായില്ല, മറ്റുണ്ടായില്ല. പിന്നെ SIP യിലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഫണ്ട്സ്, നല്ല പെർഫോം ചെയ്യുന്ന ഫണ്ട്സ്, അതാണ് മാനേജ് ചെയ്യുന്നത്. ഇതെല്ലാം ശ്രദ്ധിക്കണം, എല്ലാത്തിലും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. സാർ, SIPൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണ്? SIP നമ്മൾ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നു, SIP ചെയ്യണം, SIP ചെയ്യണം, വർഷങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. SIPക്കുള്ളൊരു ഗുണം എന്താണെന്ന് സാർ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കാൻ നോക്കുമ്പോഴായിരിക്കും ഈ സാധനം താഴെ കിടക്കുന്നത്, റൈറ്റ്? അതിന് അപ്രിസിയേഷൻ ഇല്ല എന്ന് പറയും. സോ ഞാൻ ചോദിക്കുന്നത്, ഈ SIP ലോങ് ടേമിൽ പോയാലുള്ള ഗുണം എന്താണ്? ലോങ് ടൈമിൽ പോയാലുള്ള ഗുണം ഞാൻ മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു 10,000 രൂപ വെച്ച് 500 രൂപ SIP സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 10,000 രൂപ വെച്ച് ഇപ്പോൾ ഒരു ഹോം ലോൺ എടുക്കുന്ന ഒരാളാണെങ്കിൽ 20 ഇയർ ആണ് ടെന്യൂർ. ഓക്കെ, ഇപ്പോൾ 20 ഇയർ നമ്മൾ അടയ്ക്കുമ്പോൾ 50 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 1,20,00,000 രൂപയോളം വരും ഏകദേശം അത് തിരിച്ചടച്ച് വരുമ്പോൾ. അപ്പോൾ അതിനോട് അനുബന്ധിച്ചൊരു ഹോം ലോൺ എടുക്കുന്ന ആളൊരു 10,000 രൂപ SIP യിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു മാസം, ഒരു വർഷം 1.2 ആൻഡ് ഒരു 10 ഇയർ ആകുമ്പോഴത്തേനും 12 lakhs. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ ബെയർ മിനിമം വി വിൽ ഗെറ്റ് സം അറൗണ്ട് 30 to 35 lakhs ആഫ്റ്റർ 20 years. ആഫ്റ്റർ 10 years. ഇത് ഞാൻ പറഞ്ഞ ഇതൊന്നുമല്ല. ആർക്ക് വേണേലും ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ SIP റിട്ടേൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുണ്ട്. അതൊന്നും വലിയ മാജിക് ഒന്നുമല്ല. സോ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ്. ആവറേജിങ്, ഇപ്പം ജിജി നമ്മളിപ്പോൾ 10,000-ന് ഈ മാസം നമ്മൾ പർച്ചേസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ മാർക്കറ്റ് ബെറ്ററാണെന്ന് വിചാരിച്ചു. മാർക്കറ്റ് ബെറ്റർ ആകുമ്പോൾ നമുക്ക് 200 യൂണിറ്റ് ഇപ്പോൾ മേടിക്കാൻ പറ്റിയേക്കാം. അടുത്ത മാസം മാർക്കറ്റ് ഡൗൺ ആണ്. ചിലപ്പോൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമുക്ക് 220 യൂണിറ്റ് മേടിക്കാൻ പറ്റും. മാർക്കറ്റ് താഴുന്തോറും നമുക്ക് യൂണിറ്റ് പർച്ചേസ് കൂടിക്കൊണ്ടിരിക്കും. ജതിനൊരു നല്ലൊരു കോട്ട് പറഞ്ഞത് ഞാൻ ഐ റിമെമ്പർ ലോങ് ബാക്ക്. ജതിന് നല്ലൊരു കോട്ട് അതിനെപ്പറ്റി പറഞ്ഞു. തീർച്ചയായിട്ടും അത് നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽബർട്ട് ഐൻസ്റ്റീൻ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നതിനെ പറ്റി പറഞ്ഞതാണ്. ഇറ്റ്സ് എയ്ത്ത് വണ്ടർ ഓഫ് ദ വേൾഡ്. അതെ, അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റാണ് ഐൻസ്റ്റീൻ പറഞ്ഞതാണ് ലോകത്തിലെ 8ാമത്തെ വലിയ അത്ഭുതമാണ് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് കോമ്പൗണ്ട് ചെയ്യുന്നത് ഇപ്പം സ്റ്റോക്കുകളിലും കോമ്പൗണ്ടിങ് വരാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്നതിനോട് സ്റ്റോക്കുകളിൽ കോമ്പൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും വാങ്ങിക്കുന്നില്ല. അപ്പോൾ അതിന് അതേസമയം SIPs ആണെങ്കിൽ കൃത്യ ഇടവേളകൾക്ക് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വാങ്ങിച്ചു പോകുന്നു. ജതിന് ക്ലയൻസിന് നമുക്ക് സ്റ്റോക്കിൽ SIP സ്റ്റാർട്ട് ചെയ്യരുത്. അത് ക്ലയൻറ്റിന് ആർക്കും അവെയർ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം ഞാൻ എസ്പെഷ്യലി ഇൻ കേരള വെളിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്. ഇപ്പം ഈ കേരളത്തിലുള്ള ആൾക്കാർ കൂടുതൽ പേരും വരുന്നത് മറ്റൊരാൾ പറഞ്ഞിട്ടാണ്, കേട്ടിട്ടാണ്. ഇപ്പോൾ അയലോക്കത്തൊരാളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും പറയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അവർ വരുന്നത് ഒരു ചെറിയ എമൗണ്ട് ഇട്ട് നോക്കും, ഇല്ലേ മീനിന് ഇരയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കൊടുക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം ലേറ്റസ്റ്റ് ഞാൻ നടന്നൊരു കാര്യം പറയാം. എൻ്റെ ഒരു കസ്റ്റമർ ഓൾറെഡി 25,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വാങ്ങിച്ചൊരു ഷെയർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് എൻറ്റിറ്റിയാണ്. അപ്പോൾ ആ കമ്പനി വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം അതിന് 930 റുപ്പീസിനാണ് പുള്ളി വാങ്ങിച്ചത്. ഓഫ് കോഴ്സ് കഴിഞ്ഞ 2.5 വർഷമായിട്ട് ആ സ്റ്റോക്ക് വളരെ താഴെ പോയിട്ട് 600 റുപ്പീസിന് ബിലോ വന്ന ഷെയർ. അദ്ദേഹം വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ 3 വർഷത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന് ഈ 600 to 700 ഏകദേശം ഒരു 2 കൊല്ലത്തോളം നിന്നു. പക്ഷേ അദ്ദേഹം അതിൻ്റെ അകത്ത് ഒരു ഷെയർ പോലും അതിനകത്ത് വാങ്ങിച്ചില്ല എന്നുള്ളതാണ്. ആ ഷെയർ ഇപ്പോൾ എന്ത് ചെയ്തു, 930 എത്തി. അപ്പം ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ പോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത്. അപ്പം ചിലപ്പോൾ അങ്ങനെ കളഞ്ഞേച്ച് പോയിട്ടുള്ള സ്റ്റോക്കുകൾ 10 വർഷം കഴിഞ്ഞിട്ട് റിട്ടേൺ കിട്ടിയിട്ടുണ്ടാകും. ഇപ്പോൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരാൾക്ക് ഞാനൊരു ഷെയർ വാങ്ങിച്ചു കൊടുത്തു. ഹൈലി ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഷെയർ ഒരു 25,000 റുപ്പീസിനാണ് വാങ്ങിച്ചത്. ആ ഷെയർ വാങ്ങിച്ച ശേഷം അതിൻ്റെ അകത്ത് ഓരോ വർഷവും 10-500 രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് ആ കമ്പനി. മീൻസ് അദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ചിട്ട്. അപ്പോൾ ആ ഷെയർ വാങ്ങിച്ച് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് ആ ഷെയറിൻ്റെ വില കയറിയില്ല, അതിങ്ങനെ താന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് കാണുമ്പോൾ പറയും, ഇതെന്ത് കിട്ടാനാണ് 400-300 രൂപ കിട്ടിയിട്ട് എന്താ, ആ 300 രൂപയ്ക്ക് ഷെയർ വാങ്ങിച്ചിട്ടിരുന്നു അതേ കമ്പനിയുടെ തന്നെ ഷെയർ വാങ്ങിച്ചിട്ടായിരുന്നെങ്കിൽ അതിപ്പം ഗ്രോ ചെയ്ത് അവസാനം ആ കമ്പനി ഗ്രോ ചെയ്ത് പുള്ളി വാങ്ങിച്ച വിലയുടെ ഇരട്ടി വിലയായി.
അപ്പോൾ ആ ഷെയർ അന്നേരം വാങ്ങിച്ചിരുന്നെങ്കിൽ ഓരോ വർഷം ആ ഡിവിഡൻഡ് കിട്ടുന്ന തുക ഉപയോഗിച്ച് മാത്രം ആ ഷെയർ വാങ്ങിച്ചായിരുന്നെങ്കിൽ പോലും വലിയൊരു അപ്രീസിയേഷൻ കിട്ടിപ്പോയതിന്. സ്റ്റോക്ക് മാർക്കറ്റിൽ പേഷ്യൻസിന്, ക്ഷമയ്ക്ക് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ഷമയ്ക്ക് പണ്ട് നാട്ടുകാർ നമ്മുടെ പഴയ കാരണവന്മാർ പറഞ്ഞല്ലേ, ക്ഷമ ആട്ട് സൂപ്പിന് ഫലം ചെയ്യുന്ന പറയുന്നത് എന്ന് പറഞ്ഞത് ഇവിടെ ഭയങ്കര ആപ്ലിക്കബിളാണ്. കാരണം 100 രൂപയ്ക്ക് ഷെയർ മേടിച്ചു, 80 രൂപ വരെ താഴോട്ട് പോയി, അന്നേരം ഷെയർ വിറ്റു, പിന്നെ ഷെയർ കയറി 90 രൂപ വന്നു, പിന്നെയും തിരിച്ച് മേടിച്ചു. സോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആണെങ്കിൽ നടപടിയുള്ള കാര്യമല്ല. ഓക്കെ, അതിപ്പം വിസാറിന് ചോദിച്ചപ്പോൾ ജിജിയുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ പാനിക് ബൈയിങ്, പാനിക് സെല്ലിങ്, അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ മാർക്കറ്റ് പൊട്ടുമ്പോൾ പെട്ടെന്ന് കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തു കൊടുക്കുക, പെട്ടെന്നൊരു ഡിസിഷൻ. അതായത് ഇപ്പോൾ മാർക്കറ്റ് പ്ലസിലേക്ക് വരുന്നു, ഉടനെ തന്നെ മാർക്കറ്റിലേക്ക് ലോങ് ആക്കുന്നു. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് തിരിയുന്നു, അപ്പം വേറെ ആൾ പറയുന്നു മാർക്കറ്റ് താഴേക്ക് പോകും, അപ്പോൾ പെട്ടെന്ന് എടുത്ത് വിൽക്കുക. അതുപോലെ തന്നെ പേഷ്യൻസ്, ഇതിനൊക്കെ എത്ര ഇമ്പോർട്ടൻസ്? തീർച്ചയായിട്ടും ജിതിന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതാണ് ഞാൻ പ്രത്യേകം ചോദിക്കാൻ കാര്യം, പേഷ്യൻസ്. ഇവരുടെ എല്ലാം നമ്മളൊരു എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ പോയിൻ്റ് ഉണ്ട്, എല്ലാത്തിനും ഇല്ലേ? എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, എല്ലാ സ്റ്റോക്സിനും ഒരു എൻട്രിയും ഒരു എക്സിറ്റും ഉണ്ടെന്ന് കാണുന്ന ഒരാളാണ്. കാരണം ആ കയറി സ്റ്റോക്സ് എല്ലാം സാച്ചുറേറ്റഡ് ആകുമ്പോൾ ഇത് പതുക്കെ താഴോട്ട് വരും. ഈ ക്ലയൻസ് ആരും അത് മനസ്സിലാക്കാതെ വാട്ട് ദേ വിൽ ഡു, നമ്മളിപ്പോൾ ഇങ്ങനെ വിളിച്ച് പറയും സാർ ഇത് ഇറങ്ങി അവസാനം മാർക്കറ്റ് അടിച്ച് ഏറ്റവും ലോയിൽ വരുമ്പോൾ ഇവരെല്ലാം കൊടുക്കും. ഈ ലോയിൽ നിന്ന് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതെല്ലാം തിരിച്ചു കയറും. അപ്പോൾ ഇവർ പാനിക്കാവും. സോ ദേ വിൽ ടെൽ, അവരെപ്പോഴും പറയുന്നു ഓ ഇതിലിട്ട പൈസ പോവേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ ഇവർ ഇതൊക്കെ നല്ല സാറേ ഈവൻ ടു 20, 25, 50% വരെ റിട്ടേൺ കൊടുത്ത സ്റ്റോക്സാണ് ഇവർ ബൈ ചെയ്യാതെ അവസാനം 10 to 5% റിട്ടേണിൽ തിരിച്ച് അവർ സെല്ല് ചെയ്യുന്നത്. അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മാർക്കറ്റിനോട് വാശി പാടില്ല. സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിലില്ല. ഇല്ല, മാർക്കറ്റ് ഇത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സാധനമല്ല ഇത്. മാർക്കറ്റിൽ വാശി കാണിച്ച് കഴിഞ്ഞാൽ കാശ് പോവുള്ളൂ. കണ്ട എൻ്റെ ഒരു ക്ലയൻറ്റ് ഞാനിപ്പം ജിജി പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇത് ഒരു 2000 കാലഘട്ടങ്ങളിലാണ് ഞാൻ അന്ന് പെൻഡഫോറും DSK സോഫ്റ്റ്വെയർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അന്ന് ഇങ്ങനെ 2-3 IT കമ്പനീസ്, അന്ന് IT എന്ന് പറഞ്ഞാൽ ഏത് ഇൻഫോർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ സാധനം കയറിപ്പോകുന്ന ഒരു കാലമായിരുന്നു കേത്തൻ പരേക്കിൻ്റെ ആ സമയത്ത്, കേത്തൻ പരേക്കിൻ്റെ ടൈമിൽ. അപ്പോൾ ഈ കസ്റ്റമർ ഈ പറഞ്ഞ സ്ക്വയർഡി സോഫ്റ്റ്വെയറിൽ DSQൽ ഷോർട്ട് ചെയ്ത് പുള്ളിക്ക് വാശിയായി. ഷോർട്ട് ചെയ്യും തോറും ഷെയർ കയറിപ്പോകുന്നു. അവസാനം അന്നത്തെ കാലത്ത് ഹി പെയ്ഡ് സം അറൗണ്ട് 20-25 lakhs ലോസ് മാർജിൻ ഇൻ 2000. ഞാനിപ്പോഴും ഓർക്കുന്നു, പുള്ളി റിട്ടയർഡ് അധ്യാപകനാണ്. പുള്ളിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ഈ വാശിയുടെ പുറത്ത്. പലരും പറഞ്ഞു സാറേ ഇത് കട്ട് ചെയ്ത് കളാം, അന്ന് ബദല റോൾ ഓവർ ചെയ്ത് പോകാം. നമുക്ക് ഇന്നത്തെ സിസ്റ്റം അല്ലെന്ന്, അന്ന് മാസങ്ങൾ നമുക്ക് റോൾ ഓവർ ചെയ്ത പൊസിഷൻ കൊണ്ടുപോകാം. മനസ്സിലായോ? ഇപ്പം അതുപോലെ എന്താ പറയുന്നത്, ഇപ്പം കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചർ കുറേയൊക്കെ ഇന്ത്യയിൽ മാറി വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടിസിപ്പേഷനും കൂടി വരുന്നുണ്ട്. ഇപ്പം ബാക്കിയുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമല്ല കേട്ടോ. US ലാണെങ്കിൽ 52%, 60% ഉണ്ട്. ജപ്പാനിൽ 30% ഉണ്ട്. ഈവൻ ചൈനയിൽ പോലും 13% ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണ് 6% ഉള്ളൂ, പക്ഷേ അത് ഗ്രോ ചെയ്ത് വരുന്നുണ്ട്. ഇത്രയും 140 കോടി ജനങ്ങളിൽ 6% ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് നത്തിങ്. സോ മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഇസ് ഹ്യൂജ്. അത് യാതൊരു നോ ഡൗട്ട് ഓൺ ദിസ്. പിന്നെ എന്താ പറയുന്നത്, നമ്മളൊരു ഗ്രോയിങ്, അതായത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ. ഇപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ മീറ്റിങ്ങുകളിലും എല്ലായിടത്തും പറയുന്ന കാര്യം, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ബാക്ക് ബോൺ ഓഫ് എ കൺട്രിയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ഭയങ്കരമായിട്ട് ഫ്ലൈ ചെയ്യുന്ന, നമ്മൾ ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെ ഫ്ലൈ ചെയ്യണമെന്നാണ്. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെർഫോമൻസിനെന്നുള്ളത്. അപ്പോൾ ഓഫ് കോഴ്സ് മാർക്കറ്റിലൊരു കൾച്ചർ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഒത്തിരി വരണം മാർക്കറ്റിൽ. ഞാൻ പറഞ്ഞ പോലെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, പാനിക് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. ആൾക്കാർ കുറച്ചുകൂടെ മെച്യൂർ ആകണം എന്നുള്ളതാണ് കാരണം കുറച്ച് ഈ കാര്യത്തിൽ. കാരണം വൈ ബിക്കോസ് ഒരു പ്രശ്നം കണ്ടത്, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം ട്രംപിൻ്റെ ഇഷ്യൂസ് വന്നു. ഇപ്പോൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ഗിരീഷേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഫണ്ട് ലോങ് ടൈം ആയാൽ മതി, അല്ലാതെ നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് മാത്രം ലോങ് ടൈം ആവണം നിർബന്ധമില്ല. ഇപ്പം ഓരോ സ്റ്റോക്കുകൾക്കും ഓരോ ഡിഫറെൻറ്റ് ടൈമിലാണ്. പിന്നെ ചില സ്റ്റോക്കുകളിൽ ചില കോമ്പറ്റീഷൻ വരുമ്പോൾ ചില കമ്പനികൾ താഴെ പോകും. ഇപ്പോൾ റീസെൻ്റ്ലി പല കമ്പനികൾ അങ്ങനെ പോയിട്ടുണ്ട്. ചില സെക്ടർ ചില ജിയോഗ്രാഫിക്കൽ പ്രോബ്ലംസ് കൊണ്ട് അങ്ങനെ വരാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പറയാമെങ്കിൽ എന്താ പറയുക, ചില റോ മെറ്റീരിയൽസിൻ്റെ അഭാവം മൂലം അങ്ങനെ സംഭവിക്കാം. അപ്പം ഞാൻ പറയുന്നത്, ഈ ആൾക്കാർ കൃത്യമായിട്ടൊന്ന് അവലോകനം ചെയ്തിട്ട്
നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്ത് ഇഷ്യൂസ് വന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ചില നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പം മാർക്കറ്റ് വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകാറുണ്ട്. ഇപ്പം നമുക്ക് വാർ വരുമ്പോൾ ഇപ്പം ജസ്റ്റ് റീസെൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊറോണ പീരീഡാണ് അല്ലേ? കൊറോണ അപ്പം ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് കൊറോണ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചു പോകുന്നുള്ളതാണ്. അങ്ങനെ ഇല്ലെന്ന് കണ്ടപ്പോഴത്തേനും മാർക്കറ്റ് റിക്കവർ ചെയ്തു. ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ആൾക്കാർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പലതരം കമ്പനികളും ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം പിന്നെ എന്താ പറയുക, ബാങ്ക്സ് എല്ലാവർക്കും ആവശ്യമാണ്. അതുപോലെ തന്നെ മെഡിസിൻസ് എല്ലാവരും അത്യാവശ്യമാണ്. FMCG അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുഡ്സൊക്കെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റോക്കുകളും ഇപ്പോൾ അവിടെ അമേരിക്കയിൽ ട്രംപ് ഇത് കൂട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചില കമ്പനികൾക്ക് പിന്നെ താരിഫ് കൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ജതിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ട്രംപിൻ്റെ ഈ ഒരു ട്രേഡ് വാർ ബിറ്റ്വീൻ ദ കൺട്രീസ്, ചൈന ആയാലും ഇന്ത്യ ആയാലും, ഹീസ് മൂവിങ് ടു സം അതർ കൺട്രീസ്. അപ്പോൾ ജതിൻ്റെ അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ആംഗിളിൽ നിന്ന് സംസാരിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇനി ഫ്യൂച്ചർ കമ്മിങ് ഫോർവേഡ് എന്തായിരിക്കും? അല്ല, ഇതിനൊരു ഉത്തരം ഇതിന് നമ്മൾ കൊടുത്തായിരുന്നു, പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഞാൻ അന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഫസ്റ്റ് നമ്മളിപ്പോൾ ഏകദേശം ഒരു 1 മന്തിൽ മേളിലായി കാണും, 1 മന്ത് 2 മന്ത്സ് ആയി കാണും. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ ഏകപക്ഷീയമായിട്ട് ഒരു രാജ്യത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം അന്ന് ഞാൻ പറഞ്ഞു ട്രംപ് ഇതിൻ്റെ അതൊന്നും ഇറങ്ങി വരും. ഇപ്പോൾ എന്താ സംഭവിച്ചത്, ആദ്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് പിൻവലിച്ചു 3 മാസത്തേക്കിന്, അത് കഴിഞ്ഞ് ചൈനയുമായിട്ട് ടോക്കാകാമെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ. ഞാൻ പറഞ്ഞു ഇന്ന് ലോകം എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. അമേരിക്കയിൽ ഒരു ഗുഡ് ഉണ്ടാക്കുന്നത്, ഇപ്പം ഞാൻ പറയാം ചൈനയിൽ ഉണ്ടാക്കുന്ന ഗുഡ് അമേരിക്കയിൽ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ 10 ടൈംസോ അല്ലെങ്കിൽ 20 ടൈംസ് 30 ടൈംസ് കോസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ ഗ്രോ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു കുറച്ച് നാളത്തേക്കിന് ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്സ് എന്ന് പറഞ്ഞ രീതിയിൽ നടക്കാം. ഇപ്പം ഞാൻ പറയാം ഒബ്സ്റ്റക്കിൾസ് ഇല്ലാതെ ഒരു സാധനങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. ലോകത്തിൻ്റെ കീഴിൽ എന്ത് കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കോ. ആദ്യം വണ്ടി ഉണ്ടാക്കിയപ്പം ആദ്യത്തെ വണ്ടിയൊക്കെ നമുക്കറിയാം, സാറിന് കുറച്ചുകൂടെ അറിയാം അതിനെപ്പറ്റി. അല്ല, ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങൾക്കകത്ത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാക്കണം. ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായാലേ ഗ്രോത്ത് വരികയുള്ളൂ. ഇപ്പം നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞതിലൂടെ തന്നെ പല സാധനങ്ങളും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായി കഴിയുമ്പോഴാണ് പുതിയ ടെക്നോളജീസും പുതിയ ആശയങ്ങളും പുതിയ കാര്യങ്ങളും നമ്മുടെ ഇതിലേക്ക് വരുന്നത്. അങ്ങനെ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. ഇപ്പം തന്നെ പുതിയൊരു കൺട്രി ആയിരിക്കും ചിലപ്പോൾ വരുന്നത്, മുന്നിലേക്ക് വരുന്നത്. അത് ചിലപ്പോൾ ഇന്ത്യ ആകാം, ചൈന ആകാം, ലോകരാജ്യങ്ങൾ വേറെ ഏത് രാജ്യങ്ങളാകാം, ചിലപ്പോൾ ആഫ്രിക്കൻ കൺട്രീസ് ആകാം, നമ്മളെയൊക്കെ സർപ്രൈസ് ചെയ്തുകൊണ്ട് അല്ലേ. ഒരു സമയത്ത് നമുക്കറിയാം ബംഗ്ലാദേശ് അല്ലേ വലിയ ഗ്രോത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം, കാരണം ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ വലിയ രീതിയിൽ വന്നത്. പക്ഷെ അവർ കൊളാപ്സ് ആയി. അപ്പം ഒബ്സ്റ്റക്കിൾസ് എവരിവെയർ ഉണ്ട്. അത് കടക്കുന്ന ഒരു അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് വിൽ ഗോ ഓൺ. മനസ്സിലായി? അതിൻ്റെ അകത്ത് എല്ലാ ദിവസവും ഒരു സാധനം ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു കറക്ഷൻ ഗുഡാണ്. പക്ഷേ പുലി എപ്പോഴും പതുങ്ങുന്നത് കൂടുതൽ ഉയരത്തിൽ ചാടാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അതാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലും ഉള്ളത്, നമ്മൾ ഇതുവരെ കണ്ടുവന്നത്. പ്രകൃതി നിയമം അതാണ്. ഇന്ന് ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 5-6%, 6.1 ആണ് ഇപ്പം നമ്മൾ പറയുന്നത്. നമ്മളത് കോമ്പൗണ്ട് ചെയ്ത് നോക്കി ഒരു 5 ഇയേഴ്സ് കൊണ്ട് നമ്മൾ എത്ര പെർസെൻറ്റേജ് ഗ്രോ ചെയ്യുന്നുണ്ട്? 30% ഗ്രോ ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലായി അത്രയും വല്ല ഈ ഇന്ത്യയുടെ GDP ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് നമ്മൾ 30% ഗ്രോ ചെയ്യുന്നു. അതുപോലെ എല്ലാ കമ്പനീസും ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെ പോയി നിൽക്കും? ഇപ്പം തന്നെ നമുക്ക് എത്രയോ ക്യാഷ് റിച്ച് കമ്പനികളുണ്ട്. ആ ഷെയറുകൾ തന്നെ തിരിച്ച് വാങ്ങിക്കാൻ കപ്പാസിറ്റിയുള്ള ക്യാഷ് റിച്ച് കമ്പനികൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള കമ്പനികൾ എപ്പോഴായാലും വില താഴെ പോയാലും തിരിച്ചു കയറും. ഇപ്പം ഞാൻ എക്സാമ്പിൾ ഒരു കമ്പനി ഇപ്പം ജസ്റ്റ് ഞാനൊരു എക്സ്പെരിമെൻ്റൽ ഘട്ടത്തിലായിരുന്നു. ഞാനൊരു കമ്പനി വാങ്ങിച്ചു, വളരെ നല്ല വാല്യുവേഷൻ, വളരെ നല്ല പിന്നെ ക്വാർട്ടർലി റിസൾട്ടുകൾ വളരെ നല്ല. പക്ഷേ മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞപ്പോൾ ആ കമ്പനിയുടെ വില 200-250 രൂപ താഴെ വന്നു. പക്ഷെങ്കിൽ മാർക്കറ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഒരു 1000 പോയിൻറ്റ് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് അതാ വാങ്ങിച്ച വിലയെക്കാട്ടിലും മുകളിൽ ഒരു 19 രൂപ കയറിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുമായിരുന്നു എന്താണ് ഈ കമ്പനിക്കും മറ്റു കമ്പനിയും തമ്മിൽ സംഭവിച്ചത്. അപ്പം എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്, ഗ്രോത്തുള്ള കമ്പനികളെ എപ്പോഴായാലും അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കമ്പനികളെ എപ്പോഴായാലും മുന്നോട്ട് വരും. അതുപോലെ തന്നെ ഗ്രോത്തുള്ള മാർക്കറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരും. മറ്റ് ഹിൻഡറൻസ് ഒന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് വിൽ ഗ്രോ. 2019 39 മില്യൺ ഉള്ളതാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഇപ്പോൾ 192 മില്യൺ ആയി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് 41 മില്യൺ അക്കൗണ്ട്സ് കയറിയത്. മനസ്സിലായോ? സോ മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഈസ് ഹ്യൂജ്. അതിനകത്ത് യാതൊരു മാറ്റവും ഇന്ത്യയിൽ ബാക്കി നമ്മളിപ്പോൾ US പോലെയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെയൊക്കെ 50%, 60% പാർട്ടിസിപ്പേഷൻ ഒന്നും വേണ്ട. ഇന്ത്യയിൽ 10% to 12% പാർട്ടിസിപ്പേഷൻ വന്നാൽ എന്താ റെവല്യൂഷൻ? നമ്മുടെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് പോലും
മാർക്കറ്റിലുണ്ടെങ്കിൽ അതിൻ്റെ അപ്രീസിയേഷൻ ഭയങ്കര നല്ലതായിരിക്കും എന്നല്ലേ സാർ പറഞ്ഞതിൻ്റെ ആ ഒരു അത് രാഷ്ട്ര നിർമ്മാണത്തിനും വളരെ സഹായകരം. കാരണം നമ്മളിവിടെ നമ്മൾ ആക്ച്വലി നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഗണന കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ദ മാർക്കറ്റ് മേക്കേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു ബാക്ക് ബോണാണ്. കാരണം അവരാണ് മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ പിന്നെ ടാക്സ് കൊടുക്കുന്നു. ഇപ്പോൾ സോ നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് stay invested. Whatever conditions in the market, stay invested. You can earn. അത് SIP ആയാലും സ്റ്റോക്ക് ആയാലും രണ്ട് രീതിയിലും. അതല്ലേ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് സാറേ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അതെ, സ്റ്റോപ്പ് ട്രേഡിംഗ് ഓർ റെഡ്യൂസ് ട്രേഡിംഗ് ആൻഡ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്. യെസ്, ഇൻവെസ്റ്റിംഗ്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെല്ലാം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, മുന്നോട്ട് ഒരുപാട് പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.